ഏതോ ഒരുത്തനായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞാണ് എന്നെ വീഡിയോ ചെയ്യിച്ചത്. അത് ഇന്നലെ രാത്രി ചെയ്തതാ, അല്ലാതെ ഞാൻ അവനായിട്ട് മിണ്ടാനോ സംസാരിക്കാനോ പാടില്ല. അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെയാ ചെയ്യുക. ഞാനായിട്ട് അവനായിട്ടൊന്നും കോണ്ടാക്ട് ഒന്നുമില്ല. ഇത് ആരുടെ വോയിസ് ആണെന്ന് വെച്ചാൽ ഇത് കേൾപ്പിക്കാം കേട്ടോ. ഷിയാസ് കരീമിന്റെ ഉമ്മയുടെ വോയിസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതിപ്പോ എന്താ വിഷയം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു വഴക്ക് നടക്കുന്നുണ്ട് അഖിൽമാരാരും ഷിയാസ് കരീമും തമ്മിൽ. അഖിൽമാരാര് ഒരു 3-4 മാസം മുന്നേ ഷിയാസ് കരീമിന്റെ ഉമ്മയെ ഷിയാസ് കരീം അടിച്ച് പുറത്താക്കുന്ന ആളല്ലേ, സ്വന്തം ഉമ്മയെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളല്ലേ, അവൻ എന്ത് പറയാനാ എന്നൊരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയുകയുണ്ടായിരുന്നു. അപ്പൊ അതിന് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഷിയാസ് കരീം ബിഗ് ബോസിൽ പോയിട്ട് അനുമോളുടെ പ്ലാച്ചി എടുത്തെറിഞ്ഞപ്പം അതിന് മറുപടിയാണ് ഇവൻ ആരും ആ പട്ടി ഷോ എന്നൊക്കെയുള്ള രീതിയിൽ അഖിൽമാരാരും ഒരു പ്രതികരണം നടത്തിയിരുന്നു. അപ്പൊ അത് മീഡിയക്കാര് ഷിയാസ് കരീമിനോട് ചോദിക്കുമ്പോൾ ഷിയാസ് കരീം തിരിച്ച് അഖിൽമാരാരോ, അത് ആരുവാ, ഇവൻ ആരുവാ എന്നുള്ള രീതിയിൽ കളിയാക്കി അങ്ങോട്ട് ചോദിച്ചിട്ട് അഖിൽ കോട്ടാത്തലയാണോ എന്നുള്ള രീതി, അതായത് മാരാര് കൂട്ടിയത് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അത് ചുമ്മാ ഒരു നമ്മൾ പറയല്ലേ ഇടിച്ചു താഴ്ത്തുകാരൻ, അങ്ങനെ ഇടിച്ചു താഴ്ത്തി ഷിയാസ് കരീം അഖിൽമാരാരോട് സംസാരിച്ചു, അഖിൽമാരാരെ പറ്റി സംസാരിച്ചു. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു തുടങ്ങാം. ഇവർ തമ്മിലുള്ള വഴക്കിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ പറയുന്നത്. പക്ഷേങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ ഈ വക നമ്മൾക്കറിയാവുന്നതാണ് നമ്മൾ പറയുന്നത്, ഇതല്ലാതെ ഇവർ തമ്മിൽ പേഴ്സണലായിട്ട് മറ്റെന്തെങ്കിലും വിഷയം ഇവർ തമ്മിൽ എന്താണെങ്കിലും അവർ തമ്മിൽ പോട്ടാപോട്ടിയാ, അത് നമുക്കറിയാം. പുറമേ നമുക്ക് അറിയാവുന്ന വിഷയം ഇതൊക്കെയാണ്. ഇതല്ലാതെ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഷിയാസ് കരീം അഖിൽമാരാരോ അതാരുവാന്ന് ചോദിക്കുന്ന കേൾക്കാം. അഖിൽ കോട്ടാത്തല, അഖിൽ കോട്ടാത്തല. അപ്പം ഇത്രയും മോശമായിട്ട് അഖിൽമാരാരെ ഒരു വില കൊടുക്കാത്ത രീതിയിൽ ഷിയാസ് കരീം ആരുവാ എന്ന് ചോദിച്ചതിന്റെ മറുപടിയായിട്ട് ഒരു ഇന്റർവ്യൂല് അഖിൽമാരാര് വന്നിരുന്നിട്ട് ഷിയാസ് കരീമിനെതിരെ കുറച്ച് എങ്ങനെയാണ് അഖിൽമാരാരായത്, അഖിൽ കോട്ടാത്തല മാറി അഖിൽമാരാരായത് എങ്ങനെയാണെന്നും പിന്നെ ആ കൂടെ സംസാരിച്ചാണ് ഈ ഷിയാസ് കരീം അവന്റെ ഉമ്മയെ അടിച്ച് പുറത്താക്കുന്നതല്ലേ, അതുകൂടെ കാണാം. ഓണസ്റ്റ്ലി പറയാം, ഞാൻ കൊട്ടാരക്കര അന്വേഷിച്ചു അഖിൽ മാരാറിന് മാരാർ ഫാമിലിയോ മാരാറിന്റെ ജോലി സംബന്ധമായിട്ടോ ഒരു ബന്ധമില്ല. അഖിൽ കോട്ടത്തല മാത്രമാണ്. കോട്ടത്തല മാറിയപ്പോ പേരിന് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ ഞാൻ പറയാനല്ല, നമ്മളെ പിന്നെ എന്താണ് ഉദയനാന താരത്തില് പുള്ളിയുടെ പേരെന്താ, നമ്മളെ ശ്രീനിവാസന്റെ ഇട്ട പേരുണ്ടല്ലോ, സരോജ് കുമാർ ഇട്ട പോലെ ഒരു പേര് സ്ട്രോങ് ആയിട്ട് ഇട്ടാണെന്നാണ് ഞാൻ ഏത് കാസ്റ്റിലെ ജനിച്ചെന്ന് വേറൊരാൾ എങ്ങനെ പറയുന്നു? എന്നാ കാസ്റ്റിലെ ആദ്യമേ ആവണ്ടേ, പിന്നെ എന്തിനാ ആദ്യമേ നിങ്ങളെ കോട്ടത്തല ഉൾപ്പെടുത്തേണ്ട ആവശ്യം? നമ്മുടെ ഒരുപാട് ആൾക്കാർ മേനോൻ നായർ എന്ന പദവികൾ പിൽക്കാലത്ത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാനിത് പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ അഖിൽ കോട്ടാത്തല എന്ന പേര് തന്നെ അറിയപ്പെടുന്നതിൽ എനിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ചെറുതായിട്ട് ഒന്ന് ചൊറിഞ്ഞ പോലെ തോന്നി നമ്മുടെ ഷിയാസ് കരീം പറഞ്ഞപ്പോൾ. അവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആര് വിശ്വസിക്കാൻ പോകും? 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവന്റെ വാക്കുകളെയോ അവന് വാക്കിന് മറുപടി പറയുക എന്നുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം. പക്ഷേ മാരാർ അവനെ പോയി അങ്ങോട്ട് പരിചയപ്പെട്ടാണ്, അവനെ അങ്ങോട്ടോ അത്ര അവൻ അങ്ങോട്ട് അന്ന് അവൻ ഹീറോ, അന്ന് മാരാ പിന്നെ അഖിൽ ആരുമല്ല. പക്ഷെ ഇതൊക്കെ ആര് നിങ്ങളോട് പറഞ്ഞു? അഖിൽ ആരുമല്ല, ഇതെന്ത് ബേസിൽ? ഞാൻ ആരുമല്ല, അവൻ എന്നെ ഇങ്ങോട്ടാണ് പരിചയപ്പെടുന്നത്. അഖിൽമാരാര് അന്ന് 4 മാസം മുന്നേ പറഞ്ഞതിന് ഷിയാസ് കരീം ഇത്രയും ലേറ്റ് ആയിട്ടാണ് ഇതിന്റെ ഒരു റിപ്ലൈ പറഞ്ഞത്. അന്ന് അഖിൽമാരാര് പറഞ്ഞതിന് ഓൺ ദ സ്പോട്ടിൽ ഉമ്മയെ അടിച്ചിറക്കി. ഇപ്പൊ സോഷ്യൽ മീഡിയയില് കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഉമ്മയെ അടിച്ചിറക്കാതെ അല്ലെ ഉമ്മയെ ഇറക്കി വിടാത്ത ഒരാളാണ് അഖിൽമാരാര് അന്ന് പറയുന്ന കാര്യത്തിന് അന്ന് മറുപടി പറയണം, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരുപക്ഷെ അന്ന് ആ അഖിൽമാരാരുടെ ഇന്റർവ്യൂ കണ്ടില്ലായിരിക്കാം എന്ന് വിചാരിക്കാം. ഷിയാസ് കരീം കണ്ടിട്ടില്ലായിരിക്കാം, ഇപ്പോഴായിരിക്കാം കണ്ടത്, ഇപ്പൊ അതിന് മറുപടി പറഞ്ഞതാവാം. ഇനി എന്താണെങ്കിലും ഇന്നലെ ഷിയാസ് കരീം ഇതിന്റെ ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. ഈ 4 മാസങ്ങൾക്ക് ശേഷം സ്വന്തം ഉമ്മയെ ചേർത്ത് പിടിച്ച് അഖിൽമാരാർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതുകൂടെ കേൾക്കാം. ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവന്റെ വാക്കിനെ ആര് വിശ്വസിക്കും? 4 മാസം മുന്നേ അവനെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു. അതല്ല, ഈ ക്യാമറ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇതാ. അതെ, ഉമ്മാനെ ഞാൻ പുറത്താക്കി. ഉമ്മ ഒരു പുസ്തകം ഒരു പുസ്തകം എല്ലാ ദിവസവും ഉമ്മ ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മാനെ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. പിന്നെ അവനെ മറ്റേ കേസും കൂടി ഇരുന്ന് പറഞ്ഞു പറഞ്ഞു. അത് 10-17 വയസ്സായ മോനുണ്ടായി. ആ ചെറുക്കനുള്ള കാലം വരെ ഈ പെണ്ണിനെ ആ പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിക്കില്ല. അത് പോട്ടെ, അത് കോടതിയിൽ ഇരിക്കുന്ന സാർ, നമ്മൾ സ്റ്റേ ഓർഡർ ഒക്കെ വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കുന്ന സാർ വിട്ടിട്ട്. പിന്നെ എന്റെ ഉമ്മാനെ ഞാൻ പുറത്താക്കി. എന്റെ വല്യമ്മ
വലിയ മരിക്കണം. ഇവരൊക്കെ റമദാൻ മാസമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ പേടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തതാണ്. ഞാൻ 10,000 കഴിച്ച് ഇരിക്കാം. ഇത് പറയണ്ടോ? ഒന്നും പറയാനില്ല. പുറത്തൊന്നും ആക്കിയിട്ടില്ല. ആരും പറയണ്ട പുറത്താക്കി. ഇപ്പം ഷിയാസ് കരീമിന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് അവരെ പുറത്താക്കിയിട്ടില്ല, ആരും പറയണ്ട പുറത്താക്കിയെന്നൊന്നും, എന്നെ പുറത്താക്കിയിട്ടില്ല എന്നാണ് ഷിയാസ് കരീം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഉമ്മ പറയുന്നത് നമ്മൾ കേട്ടത്. പക്ഷേങ്കില് ഇന്നലെ ഒരു ദിവസം മുന്നേ അഖിൽമാരാർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഉമ്മയുടെ വോയിസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഉമ്മയുടെ വോയിസ് ഉമ്മ തന്നെ പറയുന്നതാണോ എന്നൊന്നും നമുക്ക് തെളിവില്ല. ഏതായാലും അഖിൽമാരാരാണ് ആ വോയിസ് സ്റ്റോറി ആക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ ഉമ്മ പറയുന്നത് എന്നെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. യഥാർത്ഥം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഷിയാസ് കരീമിനെ കുറിച്ച് അതിന്റെ ഇടയ്ക്ക് ഉമ്മ പറയുന്ന ഒരു സ്ത്രീ വിഷയം, ഒരു പീഡന കേസ് എന്തോ ഉണ്ട്. നമ്മളതൊക്കെ പണ്ട് കേട്ടതാണ്. ജിമ്മിലൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവർക്കൊരു കുട്ടിയുണ്ട്, ഡിവോഴ്സ് കഴിഞ്ഞാണ്. ആ കുട്ടിക്ക് 10-17 വയസ്സുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ അങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കില്ലെന്നാണ് ഉമ്മ ഈ ഇടയ്ക്ക് പറഞ്ഞത്. അപ്പൊ ഷിയാസ് പറയുന്നുണ്ട് അത് കോടതി ഇരിക്കുന്ന കേസാണ്. ആ കുട്ടിയെ അന്ന് 3-4 ഒത്തിരി ലക്ഷങ്ങൾ ഷിയാസ് മേടിച്ചെടുത്തു. വിവാഹ വാഗ്ദാനം കുറെ കാലം നൽകിയിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് മാറി അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോയപ്പോഴാണ് ആ പെൺകുട്ടി കേസുമായിട്ട് പോയിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഉമ്മ ഇപ്പൊ പറഞ്ഞ 10-17 വയസ്സുള്ള ഒരു കുട്ടിയുള്ള ഒരു അമ്മയാണ് ആ സ്ത്രീ. അവരെ കല്യാണം കഴിക്കാൻ എന്റെ മോനെ ഞാൻ സമ്മതിക്കാന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ ഉമ്മ ഇപ്പം ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസ് കേൾക്കാം. അത് ശരിക്കും പറഞ്ഞ അഖിൽമാരാരിട്ട സ്റ്റോറി ഏതോ ഉള്ളതാണോ ഇല്ലതാണോ ഇത് നമുക്കറിയില്ല. ഏതോ ഒരുത്തനായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞാണ് എന്നെ വീഡിയോ ചെയ്യിച്ചത്. അത് ഇന്നലെ രാത്രി ചെയ്തതാ. അല്ലാതെ ഞാൻ അവനായിട്ട് മിണ്ടാനോ സംസാരിക്കാനോ പാടില്ല. അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെയാ ചെയ്യുക. ഞാനായിട്ട് അവനായിട്ടൊന്നും കോണ്ടാക്ട് ഒന്നുമില്ല. ഞാനും അവളും ഇല്ല, ആരും ഇല്ല. ഞങ്ങള് കുടുംബക്കാരും ചോദിക്കൊന്നും ആയിട്ടില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നീ വീട്ടിലല്ലെങ്കിൽ അയലൊക്കത്തോ ഒന്ന് ചോദിക്കും എങ്ങനെയാന്ന്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ജോലിക്ക് എനിക്ക് കഞ്ഞിയും വെള്ളവും കുടിക്കണ്ട പിന്നെ ആദ്യം ജോലിക്ക് പോയിട്ട് 9 മണിക്ക് വന്നു. പോന്നാക്കിയൊന്ന് വീണ് കാല് രണ്ടും പൊട്ടിരിക്കുക, മുട്ടുകാല് കുത്തി വീണു. ഇങ്ങനെ പറഞ്ഞപ്പോൾ കിടക്കാൻ വന്നതാ. എന്താ ചെയ്യും, സമാധാനമില്ലാത്ത ജീവിതം. അപ്പൊ ഈ വോയിസിനകത്ത് ഉമ്മ പറയുന്ന ഏതോ ഒരുത്തരുമായിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ കൊണ്ട് ആ വീഡിയോ ചെയ്യിച്ച. അല്ലാതെ ഞാൻ അവനോട് മിണ്ടാനും എടുക്കാനും ഒന്നുമില്ല. അവര് വേറെ താമസിക്കുന്ന പോലെയാണ് പറച്ചിൽ കേട്ടാ തോന്നുന്നത്. രാവിലെ പണിക്ക് പോകും, രാത്രി വന്ന് കയറും. പോകുന്ന വഴിക്ക് ഇപ്പൊ കാലൊന്ന് മുട്ടുകയും ചെയ്ത് വയ്യാതെ ഇരിക്കുകയാണ്. അവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിക്കാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ നിങ്ങൾ സത്യമാണോന്ന് അറിയാൻ അയൽവക്കങ്ങളിൽ വന്ന് അന്വേഷിച്ചോ. അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നാണ് ഈ ഉമ്മ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. അത് ഷിയാസ് കരീമിന്റെ ഉമ്മ തന്നെയാണോ അവരുടെ വോയിസ് ആണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. ഇത് അഖിൽമാരാറിട്ട സ്റ്റോറിയാണ്. പുറകെ ബാക്കിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ബാക്കി വോയിസ് ഒക്കെ ഉണ്ടെന്ന്. നമുക്കതറിയത്തില്ല. എന്താണേലും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുക ചെയ്യുന്ന രണ്ടുപേരൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയാണ്. ഷിയാസ് കരീമിന്റെ ഉമ്മയെ നോക്കാതിരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം അവിടെ അത് അവർക്കേ അറിയത്തുള്ളൂ, അയൽക്കത്തുള്ളവർക്ക് അറിയായിരിക്കും സത്യം. അല്ലെ അഖിൽമാരാർ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ഏതായാലും അഖിൽമാരാർ ആദ്യം പറയുന്നതായിട്ട് പെരുമ്പാവൂരുള്ളവർ എന്നെ വിളിച്ചു പറഞ്ഞത്. എവിടെയെങ്കിലും കിടക്കുന്നവർ ആരെയും വിളിച്ചു പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അഖിൽമാരാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൂടെ? അങ്ങനെയാവാം. അതൊക്കെ അന്വേഷിച്ച് തിരക്കി അറിഞ്ഞിട്ടേ അഖിൽമാരൊക്കെ അത് വിളിച്ചൊരു ഇന്റർവ്യൂലൊക്കെ പറയാവുള്ളൂ. കാരണം ഇത് അത്ര നിസ്സാര കാര്യമല്ല. ഒരു മകനെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു അറിയപ്പെടുന്ന സെലിബ്രിറ്റിയൊക്കെ ആക്കി ആ മകൻ കല്യാണമൊക്കെ കഴിച്ച് നന്നായിട്ട് ജീവിച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മയെ ഒരു നിലയും വിലയൊക്കെ വന്ന സമയത്ത് അടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തിയില്ലേ. ചുമ്മാ വർത്താനത്തിൽ കൂടെ അവരടിച്ചിറക്കി അല്ലെ അവരങ്ങനത്തവനാ ഇങ്ങനെ പറയുന്ന പോലെയല്ല. അവിടെ ക്രൂശിക്കപ്പെടുന്ന ആ ഒരു ഉമ്മയെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ മനസ്സിലാക്കണം. അത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി ഷിയാസ് കരീം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചെയ്താല് ഏറ്റവും വളരെ ഹീനമായ പ്രവൃത്തി എന്ന് പറയാം. കാരണം ഇവരൊക്കെ ഈ മോട്ടിവേഷനായിട്ടും വലിയ വലിയ നന്മമരങ്ങളായിട്ടും എല്ലാം വലിയ വലിയ പ്രസ്താവനകൾ, അഖിൽമാരാണേലും ഷിയാസ് കരീം ആണേലും ഇവരൊക്കെ ഇങ്ങനെ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ വാക്കൊന്ന് പ്രവൃത്തി ഒന്നെന്നുള്ള രീതിയിൽ വരരുത്. എന്താണേലും അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് വളരെ മോശം. പിന്നെ അഖിൽമാരാരുടെ ഭാഗം പറയണം, അഖിൽമാരാരെ അന്വേഷിക്കാതെ കയറി ഇതൊക്കെ വിളിച്ച് പറയുമോ അറിയില്ല. എന്താണേലും അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.